ഹായ്, കുറേ ദിവസമായില്ലേ നമ്മൾ കാണാത്തത്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് കറിയുന്നത് പറഞ്ഞാൽ ചക്കയും മുതിരി ഇട്ടിട്ട് കറി വെച്ചിന്, പിന്നെ വെള്ളരിക്ക വറവാക്കിന്, പിന്നെ കൂക്കറിഞ്ഞിട്ട് ചെറിയൊരു കഷ്ണം അത് വറവാക്കി. അമ്മക്ക് ഞാൻ കൂട്ടില്ല, അമ്മ കൂട്ടും. പിന്നെ എന്ത് കുറേ ദിവസമായില്ലേ കാണും. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. പിന്നെ എന്ത് പറയണ്ടല്ലോ, ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് വീഡിയോ ഇട്ടിട്ടാണ്. അമ്മ ഉണ്ട്, അമ്മ ഉറങ്ങുന്നുണ്ട്. ഞാൻ കുറച്ച് ബട്ടട്ട കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ബട്ടട്ട പുഴുങ്ങിയിട്ട് അത് പൊടിയാക്കിയിട്ട് അതിൽ പുളിയും ഉപ്പും മുളകും ഇട്ടിട്ട് നമ്മൾ ഈ ഉപ്പും മുളകാക്കുന്നില്ല, അതുപോലെ അമ്മ ബട്ടട്ട കൊച്ചെന്ന് പറയും, അതാക്കണം എന്ന് പറയുന്നു. ഭക്ഷണം കഴിച്ചിട്ടാണ്, ഭക്ഷണം നേരത്തെ കഴിച്ചിന്, സജ്ജിക തിന്നിന് വൈകുന്നേരം 6 മണിക്ക്. പിന്നെ രാത്രി നമുക്ക് ഉറക്കില്ലാത്തത് കൊണ്ട് 10 മണിക്ക് ഭക്ഷണം കഴിക്കാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചാക്കണം, കൊച്ച് നമ്മൾ ഈ നീരുള്ളി പിന്നെ തക്കാളി, പച്ചമുളക്, പിന്നെ ചെറുനാരങ്ങ, പുളിയെല്ലാം ഉപ്പെല്ലാം ഇട്ടിട്ടാണ്. അത് നല്ല രസമുണ്ടാവില്ല. അതുപോലെ കൊച്ച് ബട്ടട്ടേനെ കൊച്ചാക്കും, അവരങ്ങനെ പറഞ്ഞു കൊച്ച്. പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം, എല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ എല്ലാവരും ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന, നിങ്ങളെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം. നിങ്ങളെ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും എല്ലാം നമ്മളെ എൻ്റെ ഒരു ഭാഗ്യമാണ്. അമ്മ വെച്ച് TV വെച്ചിട്ട് പിന്നെ ഞാനൊരു ചെടി ഇതെല്ലാം കാണിച്ച അടുത്ത വീട്ടിലതാണ്. അവർ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പം ഞാൻ വീഡിയോ എടുത്തു. അവർ ഉള്ളിലുണ്ടായി, ഇതെനിക്കറിയില്ല, അവർക്ക് ഇഷ്ടമല്ല. നമുക്ക് കൂട്ടിച്ചെന്നായ പറഞ്ഞാൽ ഡാഡി കേട്ടോ, ഇതിനമ്മ അങ്ങനെ പറയും. ഭയങ്കര ചൂടാണ്, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ 3ാമത്തെ നിലയിലാണുള്ളത്. പിന്നെ എന്നും പറയുന്നത് പോലെ ആശ്രമത്തിലേക്ക് അമ്മമാരുണ്ടെങ്കിൽ കൊണ്ടുവരണം. പുതിയെടുക്കുകയാണ് ഞാൻ സ്ഥാപനം. ചെറിയ ഫീസ് തന്നാൽ മതി. നോക്കാൻ പറ്റാത്ത കഷ്ടപ്പെടുന്ന അമ്മമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നോക്കും. അവരെ നോക്കണമെന്ന് വലിയൊരാഗ്രഹമാണ്. നോക്കാൻ പറ്റാത്ത ജോലിക്കെല്ലാം തിരക്കുള്ള അമ്മമാരുണ്ടെങ്കിൽ കൊണ്ടുവരണം. പുതിയെടുക്കാൻ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി. 9544732073 ലക്ഷ്മി. എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് അമ്മമാരെ നോക്കാൻ പറ്റാത്തവർ മാത്രം, വീട്ടിൽ ജോലിക്കെല്ലാം പോകുന്നവരുണ്ടെങ്കിൽ ചെറിയ ഫീസേ എടുക്കുന്നുള്ളൂ. പിന്നെ അവരെല്ലാ കാര്യങ്ങളും നോക്കും. പിന്നെ പാമ്പസ് നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ പാമ്പസിൻ്റെ ഡോക്ടർ ഫീസെല്ലാം കൊടുത്തരണം, പ്രത്യേകം തരേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. ബൈ.